നമ്മൾ ഈ പുൽക്കൂടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പുൽക്കൂട് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരാ? ഫ്രാൻസിസ് അസീസിയാണ് ഈ ക്രിബ് അല്ലേ, പുൽക്കൂടുകൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സമൂഹങ്ങളുടെ ആശ്രമങ്ങളിലെ പുൽക്കൂട് സന്ദർശിക്കുന്നത് പ്രത്യേകമായിട്ട് ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അസീസിയുടെ വാർഷികത്തെ അല്ലെങ്കിൽ അസീസിയുടെ പുൽക്കൂടുകൾക്ക് ഈ വർഷം അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ക്രിബ് ഉണ്ടാക്കി, പുൽക്കൂടുകളുണ്ടാക്കി. അപ്പം ഈ പുൽക്കൂടുണ്ടാക്കിയതിനെക്കുറിച്ച് പോപ്പ് അലക്സാണ്ടർ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? 1000 പുൽക്കൂട്ടിൽ, കേട്ടിട്ടുണ്ടോ? 1000 പുൽക്കൂടുകളിൽ ഈശോ ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഇല്ല. ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കണം. ഇനി ഈശോ ജനിക്കുക എന്ന് പറയുമ്പം ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പം മിക്കവാറും നമ്മളെല്ലാവരും തന്നെ സിസ്റ്റേഴ്സായിരിക്കും കുർബാന സ്വീകരണത്തിന് ഒരുക്കിയതും പഠിപ്പിച്ചതും. അന്നൊക്കെ സിസ്റ്റേഴ്സ് നമ്മളോട് പറയും, നമ്മൾ കുർബാനയുടെ തലേ ദിവസം മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന്, അല്ലേ? അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകണം എന്നൊക്കെ പറയും, അല്ലേ? ടീച്ചർ എത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ടീച്ചറെ ആദ്യ കുർബാന സ്വീകരിച്ചേ? പല പ്രാവശ്യം, 1000 പ്രാവശ്യമൊക്കെ അല്ലേ? 1000 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ടീച്ചർ ആദ്യ കുർബാന സ്വീകരിച്ചത്. ഇന്ന് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയില്ലായിരുന്നോ? കുർബാന സ്വീകരിച്ചായിരുന്നോ? ഇന്ന് എത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് സ്വീകരിച്ചേ? ടീച്ചർ എത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് സ്വീകരിച്ചേ? ചൊല്ലിയില്ല. ചൊല്ലിയോ? ഭാഗ്യം. നമ്മൾ അതൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ആ ചേച്ചിയാണ് ഒരു പ്രാവശ്യം ചൊല്ലിയെന്ന് പറഞ്ഞത്. അതിപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് ഒന്നും ചൊല്ലിയില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. അല്ല, മിക്കവാറും എല്ലാവരും നിങ്ങൾ 2 പേരും വിശുദ്ധരായി ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളങ്ങ് ചൊല്ലി. പക്ഷേ ഭൂരിഭാഗം പേരുടെ കാര്യത്തിൽ ഒരു പ്രാവശ്യം പോലും ചൊല്ലിയില്ല എന്ന് പറയുന്ന വാസ്തവം അല്ലേ അമ്മച്ചി? അതാ ശരി. അമ്മച്ചി നിങ്ങൾ 2 പേരും വിശുദ്ധരായിട്ട് നിങ്ങൾ ചൊല്ലി, സംബന്ധിച്ചു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ചെല്ലാത്തവരാണ്. ബാക്കിയുള്ള കാര്യം പറഞ്ഞു, അപ്പം ബാക്കിയുള്ള ഭൂരിഭാഗം പേരും ചെല്ലാത്തവരാണ്, അല്ലേ? ഭൂരിഭാഗം പേരും ചെല്ലാത്തവരാണ്. പക്ഷെ നമ്മളെന്തിനാ അന്ന് പഠിച്ച്, ഇന്ന് നമ്മളെന്താ ചെല്ലാത്തത്? അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം അല്ലേ, നമ്മൾ വരുംതോറും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ കൂടി വരേണ്ടതാണ്. കുഞ്ഞുനാളിൽ ഭിത്തിയേലിരിക്കുന്ന പടത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ അമ്മ നമ്മളോട് പറഞ്ഞു ഈശോയാണെന്ന്. ഇന്നും നമുക്ക് ഈശോയെ കാണുകയാണെങ്കിൽ ഭിത്തിയെ തന്നെ നോക്കേണ്ട അവസ്ഥയാണ്, അല്ലേ? 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഭിത്തിയിലെ രൂപത്തിൽ ഈശോയെ കണ്ട നമ്മൾ ഇന്നും ഈശോയെ കാണാൻ ഭിത്തിയിലെ രൂപത്തിൽ നോക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. വർഷങ്ങൾ കടന്നുപോയി, അല്ലേ? അറിവിൽ നമ്മൾ വർദ്ധിച്ചു. പക്ഷേ നമുക്കൊരിക്കലും ഭിത്തിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഈശോയെ കാണാൻ പറ്റുന്നുമില്ല. അഥവാ ചെറുപ്രായത്തിൽ നമ്മൾ ഈശോയെ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ച നമുക്കിന്ന് കുർബാന സ്വീകരണ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി ദേഹത്ത് അറിയാതെ തട്ടിയത് കൊണ്ട് നമ്മൾ അച്ഛൻ കുർബാനയായിട്ട് വരുന്നുണ്ട് എന്നോർത്ത് ചാടി കൈ അങ്ങ് നീട്ടി. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, അല്ലേ? നമ്മൾ ഓർത്ത് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നാണ്. അപ്പം പുൽക്കൂട്ടിൽ ജനിക്കുന്ന ഈശോയെ പുൽക്കൂട്ടിലായിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്, അല്ലേ? പുൽക്കൂട്ടിൽ ജനിക്കുന്ന ഈശോ പുൽക്കൂട്ടിലായിരിക്കാൻ വേണ്ടിയാണ്. പണ്ടേതൊരു ധ്യാനഗുരു പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ വളരെ ഭക്തരായ ദമ്പതികൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങളുടെ വീട്ടിലേക്ക്
വരണമേ എന്ന്. അങ്ങനെ അവരുടെ പേര് എന്തെങ്കിലും ആകട്ടെ, നമ്മൾക്ക് മത്തായിയും മറിയാമയും ആയിക്കോട്ടെ, അത് നല്ല പേരുകളാണല്ലോ. അപ്പോൾ മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തി എന്നും പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങളുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഇവരുടെ വീട്ടിൽ ഒരു ദിവസം രാവിലെ ഒരു കോളിമ്പല്ലടിക്കുന്ന ഒച്ച കേട്ടു. അപ്പം മത്തായി ചേട്ടൻ പോയി നോക്കിയപ്പം ഉണ്ണീശോ മുറ്റത്ത് നിൽക്കുകയാണ്. വളരെ സന്തോഷമായി ഉണ്ണീശോയെ കോരിയെടുത്ത് തോളെ ഇരുത്തിയിട്ട് വിളിച്ചു, മറിയാമ്മ ഇങ്ങ് ഓടി വന്നേടി എന്ന് പറഞ്ഞു. അപ്പം മറിയാമ്മ ഓടി വന്നു. എന്നാന്ന് ചോദിച്ചു. നോക്കേ ധാരാ വന്നേക്കണേന്ന് നോക്കിയപ്പം ഉണ്ണീശോയാ. അവർക്ക് വലിയ സന്തോഷമായി. രണ്ടുപേരും കൂടെ ഈശോയെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി കാപ്പിയൊക്കെ കൊടുത്തു. വളരെ ഗംഭീരമായ ഊണ് ഉച്ചയ്ക്ക് തയ്യാറാക്കി. വൈകിട്ട് നല്ല സദ്യ, വൈകിട്ട് കിടക്കാൻ നല്ല മെത്ത റോസപ്പൂക്കളൊക്കെ വിരിച്ച് സുന്ദരമാക്കി അലങ്കരിച്ചു. അങ്ങനെ ഈശോ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇവർ നോക്കി, ഈശോ അവിടെ കിടന്ന് ശാന്തമായി ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ അന്ന് അവർ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ലീവ് എടുത്തു. രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു? രണ്ടാം ദിവസം നോക്കിയപ്പോഴും അവർ ഈശോ അവിടെയുണ്ട്. അപ്പോൾ അന്നും അവർ ലീവ് എടുത്തു. അങ്ങനെ 3-4 ദിവസം ലീവ് കഴിഞ്ഞപ്പോഴത്തേക്കും ലീവ് എടുക്കുവാണ്. 4-ാം ദിവസം ആയപ്പോഴത്തേക്കും ആദ്യം ഉണ്ടായിരുന്ന വിഭവങ്ങളിൽ കുറയാൻ തുടങ്ങി. ആദ്യം ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കൊടുത്തെങ്കിൽ പിന്നെ പതുക്കെ ചക്കക്കുരുമാങ്ങയും ഒക്കെ കറിയിലേക്ക് മാറാൻ തുടങ്ങി. ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നം കൂടി. കാരണം ഈശോ പോകുന്നുമില്ല, ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ശനിയാഴ്ച ആയതോടെ സംഘർഷം വളരെ കൂടി. കാരണം ചേട്ടന് ക്ലബിലൊന്ന് പോകേണ്ട സമയമാണ് ശനിയാഴ്ച, അല്ലേ? ഉദ്യോഗസ്ഥരുടെ ക്ലബ്ബുണ്ട് വൈകിട്ട്. ചേച്ചിക്കാണേലും അതുപോലുള്ളൊരു ക്ലബ്ബൊക്കെ പോകേണ്ടതാണ്. ഈശോയെയും കൊണ്ട് എങ്ങനെ പോകും? ഈശോ ഇരുത്തിയിട്ട് എങ്ങനെ പോകും? ആകെ വിഷമമായി. അന്നേരം ഇവർ തമ്മിൽ പറഞ്ഞ് ഇനി എന്ത് ചെയ്യും? ഈശോ പോകുന്നുമില്ല, നമ്മുടെ എല്ലാ കാര്യവും മുടങ്ങുവാണ്. കാരണം എല്ലാ കാര്യവും ഈശോയെ നോക്കി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുടങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഈശോയും കൊണ്ടുപോകാം, വികാരിച്ചനെ ഏൽപ്പിച്ചിട്ട് പോരാ, അതാകുമ്പോൾ പിന്നെ വേറെ ശല്യം ഇല്ലല്ലോ എന്നോർത്ത് അവർ പള്ളിയിലോട്ട് ചെന്നു. അപ്പം ഇവരുടെ കൂടെ ഈശോ ഇരിക്കുന്ന കണ്ടപ്പോഴേ വികാരിച്ചൻ കുർബാന കഴിഞ്ഞപ്പോഴേ വിളിച്ചു, മത്തായി ഇങ്ങ് വരാൻ പറഞ്ഞു. മത്തായി സാർ ഇങ്ങ് വരാൻ പറഞ്ഞു. മത്തായി സാർ വന്നു. ഈശോയെയും കൂട്ടിക്കൊണ്ടിരുന്ന് പള്ളി വന്ന് ഞാൻ കണ്ടു. ഇന്ന് കുർബാന കഴിയുമ്പോഴേ ഇവിടെ പൊതുയോഗമുണ്ട്, അതിലല്പ സംഘർഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും ഈശോ അറിയണ്ട. അതുകൊണ്ട് കുർബാന കഴിയുമ്പോൾ നീ യോഗത്തിന് നിൽക്കേണ്ട, സ്ഥലം വിട്ടോണം ഈശോയെയും കൊണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഈശോയെ കൊണ്ട് സ്ഥലവും പിന്നെ രക്ഷയില്ല. വീട്ടിൽ ചെന്നു. തിങ്കളാഴ്ച പിന്നെയും ലീവ് എടുക്കാൻ പ്രയാസമാണ്. എന്നാ ചെയ്യും? ഒരാഴ്ചയായിട്ടെല്ലാം മുടങ്ങിയിരിക്കുക. അപ്പം മത്തായി സാറിനൊരു ബുദ്ധി തോന്നി. മത്തായി സാറ് ഈശോ ഇങ്ങനെ മുറികളെല്ലാം കാണാൻ കൊണ്ടുപോയി. അപ്പോൾ കണ്ടു. ഈശോയോട് ചോദിച്ചു, കണ്ടോ ഇത് ഗോദ്രേജിൻ്റെ അലമാര, ഈശോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഈശോ പറയും, പണ്ട് ഞാൻ ഈ ഭൂമി വരുമ്പോൾ ഗോദ്രേജ് എന്ന് പറഞ്ഞ കമ്പനി പോലും ഇല്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ഈ അലമാരയൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ നോക്കിക്കേ, ഇതൊരു സീക്രട്ടായിട്ടുള്ള ഒരു കള്ളി, ഇവിടെ നീളമുള്ള വസ്ത്രം ഉണങ്ങാൻ ഉള്ള സംവിധാനം, ഇവിടെ ഇങ്ങനെ തട്ടുതട്ടൊക്കെ എടുക്കാമെന്ന് പറയും. അപ്പോൾ ഈശോ ഇങ്ങനെ ആ അലമാര കണ്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒറ്റ തള്ളിന് ഈശോ ഈ അലമാരയ്ക്കകത്താക്കി മത്തായി സാറ് പുറത്തുനിന്ന് പൂട്ടി അലമാര. ഇത് ഒരു ധ്യാനഗുരു ഒരിക്കൽ പറഞ്ഞൊരു കഥയാണ്. മനസ്സിലായോ? ഏത് അറിവിരാജൻ ഓർക്കുന്നില്ല. അങ്ങനെ ഈശോയെ പൂട്ടി. എന്നിട്ട് പറയുകയാണ്, നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. ആ ഗോദ്രേജിൻ്റെ അലമാരയ്ക്ക് നമ്മളൊരു പേരങ്ങ് വിളിക്കാം, സക്രാരി. അതൊരു ഗോദ്രേജിൻ്റെ അലമാരയാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അലമാരയാണല്ലോ. നമ്മൾ അവിടെ അവനെ പൂട്ടി വയ്ക്കാൻ ആഗ്രഹിക്കുക. അവനെ ഇവിടെ നമ്മൾ പൂട്ടി വയ്ക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് ആവശ്യമുള്ളപ്പം ഞാനങ്ങ് വരാം, ഞാൻ ചോദിക്കുന്നത് ഇങ്ങോട്ട് തന്നേക്കണം, അല്ലാതെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. വന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയും തെറ്റും, എൻ്റെ ജീവിതം മുഴുവൻ പ്രശ്നമാകും. കാരണം ഈ നടപ്പൊന്നും പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് അലമാരിക്കകത്തിരുന്നാൽ മതി, ആവശ്യമുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം, ചോദിക്കുന്നത് ഇങ്ങ് തന്നോണം.
കേട്ടോ. അതാണ് നമ്മളിൽ പലപ്പോഴുമുള്ള നമ്മുടെ ദൈവിക ചിന്തകളെക്കുറിച്ചുള്ള മനോഭാവം എന്ന് ഒരു ധ്യാനഗുരു പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഞാൻ എൻ്റെ ഉടയവനെ അറിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ഉടയവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഒരു ചെറിയ നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം തകർന്നു പോകുന്നതാണോ എൻ്റെ വിശ്വാസം? എൻ്റെ പദ്ധതികൾക്ക് ഇടർച്ച സംഭവിക്കുമ്പം ഇല്ലാതാകുന്നതാണ് എൻ്റെ വിശ്വാസമെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല. 1000 ദിനങ്ങൾ അത്ഭുതങ്ങളില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഏറ്റുപറയാൻ പറ്റുമോ? ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ടോ? ദൈവം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടോ? അത്ഭുതങ്ങളുടെ പരിവേഷത്തിൽ ദൈവത്തെ വാഴ്ത്തുന്നതിൽ അർത്ഥമില്ല. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിൻബലത്തിൽ ഞാൻ വിശ്വാസം ഏറ്റു പറയുന്നെങ്കിൽ അതിലർത്ഥമില്ല. ഞാൻ തരം താഴ്ത്തപ്പെടുമ്പോഴും, ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, ഞാൻ മുറിവേൽക്കുമ്പോഴും, ഞാൻ ഇല്ലാതാകുമ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഏറ്റുപറയാൻ പറ്റുമെങ്കിൽ, കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും കഷ്ടതയുടെ ജലവും ക്ലേശത്തിൻ്റെ അപ്പവും നിനക്ക് തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് യേശയ്യ 30:20 പറയുന്ന ആ വിശ്വാസം എനിക്ക് ഏറ്റുപറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് അർത്ഥപൂർണ്ണമാകുന്നത്. ഇല്ലെങ്കിൽ ആഘോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കും. ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ പൂരപ്പറമ്പുകൾ എന്നും ഉത്സവങ്ങളുടെ വേദിയല്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വന്നു, വീണ്ടും കഴിയുമ്പം അടുത്തത് വരും. അങ്ങനെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അവിടെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെയും ജീവിതം ഇതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും ഹൃദയത്തിൽ ഈശോ പറക്കുന്നതിന് പകരം എല്ലാം ആഘോഷമായി തള്ളി നീക്കാൻ മാത്രമേ പറ്റുള്ളെങ്കിൽ ക്രിസ്മസും അർത്ഥമില്ലാതാവുക. നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും ക്രിസ്മസ് ആയിരിക്കട്ടെ. ഓരോ ദിവസവും ഈശോ പിറക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ദിവസം ഓരോ ദിവസവും കർത്താവിന് പുതിയതാണ്. നിന്നെ ഒരു പുതിയ നാമത്തിൽ അവിടുന്ന് വിളിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്.